Hello dear students. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും നീറ്റിന്റെ എക്സാം? എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്നറിയാം. പിന്നെ ഫിസിക്സ് പേപ്പർ കുറച്ച് ലെങ്തി ആയിരുന്നു എന്നറിയാം. ഞാൻ മഞ്ജു, ആൽഫയിലെ സ്റ്റാഫാണ്. അപ്പോൾ നമുക്ക് ഡിസ്കഷന് പോവാം. അതിനു മുമ്പ് ഫിസിക്സിന്റെ പാർട്ട് എ പാർട്ട് ബി നമ്മൾ അനലൈസ് ചെയ്താൽ പാർട്ട് എയിൽ ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പലതും നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതൊന്നും തന്നെ ചോദിച്ചിരുന്നില്ല പാർട്ട് എയിൽ. പാർട്ട് ബിയിൽ കുറച്ച് ടഫ് ആയിരുന്നു അല്ലെ? കുറച്ച് ടഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിരുന്നു. അപ്പോൾ ഓവറോൾ പേപ്പർ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിരുന്നു. പലർക്കും സമയം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, കുറെ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊത്തമായിട്ട് ഫിസിക്സിന്റെ പേപ്പർ അനലൈസ് ചെയ്യാം. അപ്പോൾ ഫിസിക്സിന്റെ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈസി മെത്തേഡ്സ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഷോർട്ട് കട്ട്സ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റി കാണും. നിങ്ങൾ ഫുൾ പ്രിപ്പയർഡ് ആയിട്ട്, ആൽഫയിലെ സ്റ്റുഡൻസ് ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എങ്കിലും നമുക്കൊന്നുകൂടി ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക, എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ആദ്യം മുതൽ ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് എ ആണ്, നമ്മൾ എ പാർട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ആദ്യം the equivalent capacitance of the combination shown in the figure is. ഇതിന്റെ സിമിലർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് സർക്യൂട്ട് നമ്മൾ ഇതേപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും എന്ന് അറിയാം. കാരണം ഇവിടുത്തെ പൊട്ടൻഷ്യൽ നോക്കിക്കേ, ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടെയുള്ള പൊട്ടൻഷ്യലും ഇവിടെയുള്ള പൊട്ടൻഷ്യലും സെയിം ആണ്. സെയിം പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഈ കപ്പാസിറ്ററിന്റെ ആവശ്യം നമുക്കില്ല. ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, സി ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ രണ്ട് കപ്പാസിറ്റർ പാരലൽ കോമ്പിനേഷനിൽ വന്നു അല്ലെ? നമ്മൾ ഇതേപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ റെസിസ്റ്ററിൽ ചെയ്തത് കൊണ്ട് ഒരു വ്യത്യാസവും ഇല്ല. റെസിസ്റ്ററിലായിരുന്നപ്പോൾ നമ്മൾ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ചെയ്തായിരുന്നു. കപ്പാസിറ്റർ ഇൻ പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് C equivalent is equal to C1 plus C2, that is C plus C, which is equal to 2C. 30 സെക്കൻഡ് പോലും എടുത്തു കാണില്ല നിങ്ങൾക്ക് ഇത് ചെയ്യാനെന്ന് അറിയാം. അപ്പം ഓപ്ഷൻ 4 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. വേഗം കിട്ടിക്കാണായിരിക്കും. എളുപ്പമായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈസ് a screw gauge gives the following gradient when measure the diameter of the wire. Main scale reading 0 millimeter, circular scale reading 52 division. Given that 1 millimeter on main scale corresponds to 100 divisions on the circular scale, the diameter of the wire from the above data is. അപ്പോൾ ഇത് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ നേരത്തെ ആൽഫയിൽ പറഞ്ഞിരുന്നു, നമുക്ക് കുറച്ച് നാളായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാത്തത് കൊണ്ട് ഇപ്രാവശ്യം നമ്മൾക്ക് ഉറപ്പായിട്ടും വെർനിയറോ സ്ക്രൂ ഗേജോ ചോദിച്ചിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സ്ക്രൂ ഗേജ് ചോദിച്ചു. അതും വളരെ പ്രയാസമായിട്ടുള്ള ഒന്നും അല്ല ചോദിച്ചത്, ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത് അല്ലെ? അപ്പോ ഡയമീറ്റർ ഓഫ് ദ വയർ ആണ് ചോദ്യം, ഫോർമുല ബേസ്ഡ് തന്നെയാണ്. സോ ഡയമീറ്റർ ഓഫ് വയർ ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതിയാവുമല്ലോ, സർക്കുലർ സ്കെയിൽ റീഡിംഗ് ഇൻടു ലീസ് കൗണ്ട്. അപ്പൊ ഇവിടെ ലീസ് കൗണ്ട് വരുമ്പോഴാണ്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലീസ് കൗണ്ട് വരുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ലീസ് കൗണ്ട് എന്ന് പറയുന്നത് സ്ക്രൂ ഗേജിന്റെ നമുക്കറിയാം എന്താണ്, പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ്. പിച്ച് എന്ന് പറയുന്നത് 1 millimeter ആണ് അല്ലെ? 1 divided by 1 millimeter divided by 100, so which is equal to 0.01 millimeter ആണ്. മില്ലിമീറ്ററിൽ ചെയ്താൽ നമ്മുടെ ഉത്തരം തെറ്റിപ്പോവും, കാരണം ഓപ്ഷൻസ് സെന്റിമീറ്ററിലാണ്. സോ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു സെന്റിമീറ്റർ, വിച്ച് ഇസ് ഈക്വൽ ടു 0.001 സെന്റിമീറ്റർ. ഇനി ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഡേറ്റ ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. കണ്ടോ, MSR 0 പ്ലസ് CSR എത്രയാണ്? 52. സർക്കുലർ സ്കെയിൽ റീഡിംഗ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. 52 into 0.001 centimeter. So which will be equal to 0.052 centimeter.
ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഈ 0.01 മില്ലിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോയി കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്സ്, സില്ലി മിസ്റ്റേക്സ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് വരുത്തരുതെന്ന് നമ്മൾ എപ്പോഴും പ്രത്യേകം പറയും. അപ്പോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 0.002 സെന്റിമീറ്റർ എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റേഡിയോആക്റ്റീവ് ന്യൂക്ലിയസ് XAZ undergoes spontaneous decay in the sequence XAZ X-1bi, Z-1bi, Z-3ci, Z-2di. അതായത് ആറ്റോമിക് നമ്പറിൽ ചേഞ്ച് വരുന്നത് നോക്കിക്കേ, Z-1, Z-3, Z-2. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തേത് Z-1 ഉണ്ടെങ്കിൽ ഏത് ഡീകേ ആണ്? ഇറ്റ് ഈസ് ബീറ്റ പ്ലസ് ഡീകേ അല്ലെ? ബീറ്റ പ്ലസ് ഡീകേ ആണ്. അപ്പോ നമുക്കറിയാം ബീറ്റ പ്ലസ് ഡീകേയില് എന്താവുന്നു? Z എന്ന് പറയുന്നത് ബീറ്റ പ്ലസ് ഡീകേയില് atomic number beta plus decay la okay b becomes Z-1i അല്ലേ? ഇനി എന്താണ്? ഒരു ആൽഫ ഡീകേ ആയിരിക്കും വന്നത്. ആൽഫ ഡീകേ വരുമ്പോഴല്ലേ നമുക്ക് എത്രയാവുന്നു? അറ്റോമിക് നമ്പർ 4 കൂടുന്നു. അതായത് Z-1 ആയതില് ഒരു 4 കൂടി കഴിയുമ്പോൾ എന്താവുന്നു? Z-3 ആവുന്നു അല്ലെ? സിയില് Z-3 ആയി. ഇനി എന്താണ് വീണ്ടും നടക്കുന്നത്? Z-2 ആയി. വീണ്ടും ഒരു ബീറ്റ പ്ലസ് ഡീകേ ആണ് നടക്കുന്നതെങ്കിൽ Z-1 ഇവിടെ -1 ആഡ് ചെയ്യേണ്ടി വരും. സോ ബീറ്റ മൈനസ് ഡീകേ ആണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു +1 ആഡ് ചെയ്യുന്നു. സോ ഇറ്റ് ബിക്കംസ് Z-2. അപ്പൊ ക്വസ്റ്റ്യനില് പ്രത്യേകിച്ച് നമുക്ക് കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ തന്നെ ഓപ്ഷൻ 1 നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും അല്ലെ? ആദ്യം ഇവിടെ നടക്കുന്നത് ബീറ്റ പ്ലസ് ഡീകേ, അതുകൊണ്ടാണ് അറ്റോമിക് നമ്പർ 1 കുറഞ്ഞത്. പിന്നെ അറ്റോമിക് നമ്പർ 4 കൂടുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബിയുടെ Z-1 ഉള്ളത് +4 ആയിട്ട് Z-3 ആവുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? ആറ്റോമിക് നമ്പർ 1 കൂടുന്നു. കൂടുമ്പോ എന്താവും? Z-3 +1 which is equal to Z-2. അപ്പോ ഓപ്ഷൻ 2 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. എല്ലാവർക്കും ഇത് കിട്ടിക്കാണും. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെല്ലാം ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? അപ്പോ കുറച്ച് ലെങ്തി ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരുപാട് ടഫ് ഒന്നും ആയിരുന്നില്ല ഫിസിക്സ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ടഫ് ആണെന്ന് പറയാൻ കാരണം നമ്മുടെ പാർട്ട് ബി കാരനാണ് കുറച്ച് ടഫ് ആണ് എന്ന് എല്ലാവരും പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, പ്യുവർലി കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത് പറഞ്ഞിരുന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്തതുമാണ് സെമി കണ്ടക്ടർ ബേസ്ഡ് ആയിട്ട് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നതാണ് അല്ലെ? അപ്പോ എന്താണ് ഈ ക്വസ്റ്റ്യന് പറയുന്നത്? The electron concentration in an n-type semiconductor is the same as Hall concentration in a p-type semiconductor. An external field is applied across each of them. Compare the currents in them. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ നമുക്കറിയാം. എൻ ടൈപ്പിലെ സെമികണ്ടക്ടറിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷനും പി ടൈപ്പിന്റെ ഹോൾ കോൺസെൻട്രേഷനും സെയിം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടൊരു ഫീൽഡ് നമ്മൾ അവിടെ കൊടുത്താൽ എന്താണ് അവിടെ ഉണ്ടാവുന്ന കറണ്ടിന് എന്ത് പറ്റുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ കറണ്ടിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഓൾറെഡി വി ലേൺഡ് ഇൻ കറന്റ് ഇലക്ട്രിസിറ്റി. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി പറയുന്നതാണ്, കറന്റ് ഇലക്ട്രിസിറ്റി സെമി കണ്ടക്ടറുമായിട്ട് ഭയങ്കര കൂട്ടുകാരാണ്. ഇവർ തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് തന്നെയാണ് അല്ലെ? NaEV. സോ VD ഈസ് ഈക്വൽ ടു VD എന്ന് പറയുന്നത് μE ആണ്. സോ ഇൻ ദിസ് ക്വസ്റ്റ്യൻ N സെയിം ആണ്, A സെയിം ആണ്, E സെയിം ആണ്, ക്യാപിറ്റൽ E സെയിം ആണ്. പിന്നെ VD ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മൊബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. VD ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു mu. ബാക്കി എല്ലാം സെയിം ആയതുകൊണ്ട് തന്നെ VD ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു mu ആണ്. അപ്പൊ മൊബിലിറ്റി ഏതിലാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി ആണ് ഹോൾസിന്റെ മൊബിലിറ്റിനെക്കാട്ടി കൂടുതൽ. അതുകൊണ്ട് തന്നെ കറന്റ് ഇൻ എൻ ടൈപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ കറന്റ് ഇൻ പി ടൈപ്പ്. സോ ഓപ്ഷൻ
1 is the correct answer. So this one is also an expected question. നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്, നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഷുവർ ആയിട്ടും ചോദിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. So next question is question number 5. The effective resistance of a parallel connection that consists of 4 wires of equal length, equal area of cross section and same material is 0.5 ohm. അതായത് രണ്ട് ഈക്വൽ വയർ ആണ്, ഈക്വൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, സെയിം മെറ്റീരിയൽ ആണ്. അതിന്റെ പാരലൽ ഇഫക്റ്റീവ് കോമ്പിനേഷൻ എന്ന് പറയുന്ന നാല് റെസിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. സോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, മനസ്സിൽ തന്നെ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. സോ R/4 is equal to അല്ലെ, R/4 is equal to 0.25 ohm. R equivalent in parallel combination is equal to R/4 which is equal to 0.25 ohm. So R is equal to 0.25 into 4 which is equal to 1 ohm. നമുക്കപ്പോ R കിട്ടി 1 ohm. ഈ Rനെ ഈ 1 ohm ഉള്ള 4 റെസിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്തു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 4 1 ohm റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 1 + 1 + 1 + 1 അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു 4 ohm എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലായിരുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. കറന്റ് ഇലക്ട്രിസിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്, വളരെ സിമ്പിൾ ആയിരുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാൻ നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, the number of photons per second. നമ്മൾ സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലെ, സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ഡയറക്റ്റ് ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. The number of photons per second on the average emitted by the source of monochromatic light of wavelength 600 nanometer when it delivers the power of 3.3 into 10 raised to minus 3 watt will be. H is equal to 6.6 into 10 raised to minus 34. അപ്പോ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ question number 6 ന്റെ ഇക്വേഷൻ power is equal to energy by time ആണ്. So Ne/T number of photons കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ പവർ Ne/T. ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്, ഇത് നിങ്ങൾ മറന്നു പോവരുത്. So P is equal to N/T. എപ്പോഴും N/T യുടെ ക്വസ്റ്റ്യൻസ് ഡ്യുവൽ നേച്ചറിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. So P/E, E എന്ന് പറയുന്നത് എന്താണ്? hc/λ. So it becomes P λ/hc. So നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P യുടെ വാല്യൂ 3.3 into 10 raised to minus 3, ലാംഡയുടെ വാല്യൂ 600 into 10 raised to minus 9, then H ന്റെ വാല്യൂ 6.6 into 10 raised to minus 34, C യുടെ വാല്യൂ 3 into 10 raised to 8. നമ്മൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് HC നമ്മൾ ഷോർട്ട് കട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 2 into 10 raised to minus 25 എന്ന് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ 3.3 പവർ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ 6.6 തന്നെ എടുത്താൽ മതി, കട്ട് ചെയ്ത് പോകാൻ എളുപ്പമല്ലേ. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് പോകും, അവസാനം 10 to the power മാത്രം ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് പവർ കിട്ടുന്നത് 10 to the power 16 എന്ന് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. അപ്പൊ ഒരു പ്രയാസവും ഇല്ല, സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. തന്നിരിക്കുന്ന വാല്യൂസ് എളുപ്പമായിട്ട് കട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന വാല്യൂസ് ആണ്. അപ്പൊ വളരെ ഡിഫിക്കൽട്ട് ഒന്നും ആയിരുന്നില്ല ഈ ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഫസ്റ്റ് ആയിരുന്നു, ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ ഇതും എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പോൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്, നമ്മൾ സിമിലർ പ്രോബ്ലംസ് ആൽഫയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം പ്രയാസം ഉണ്ടാവാൻ വഴിയില്ല, പ്രാക്ടീസ് ചെയ്തവർക്ക് വളരെ എളുപ്പമായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. A body is executing simple harmonic motion with frequency n. The frequency of its potential energy is. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? Frequency of kinetic energy is equal to frequency of potential energy is equal to 2 into particle frequency പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ആൻസർ? ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. കൈനറ്റിക് എനർജി ചോദിച്ചാലും സെയിം തന്നെ ആയിരിക്കും ആൻസർ, പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചാലും സെയിം തന്നെ ആയിരിക്കും ആൻസർ. The frequency of potential energy is equal to 2n എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ. നമ്മളിത് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്.
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പക്ഷെ കുറച്ച് സമയം എടുത്ത് കാണുമായിരിക്കും അല്ലേ? അതായത് an electromagnetic wave of wavelength lambda is incident on photosensitive surface of negligible work function if mass m is of photon emitted from the surface has de Broglie wavelength lambda d. Then actually ഇതൊന്ന് ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് എഴുതുന്നത്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m അല്ലേ? p²/2m which is equal to hc by lambda നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബിക്കോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോസെൻസിറ്റീവ് സർഫേസ് ഓഫ് നെഗ്ലിജിബിൾ വർക്ക് ഫംഗ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ p²/2m ഈസ് ഈക്വൽ ടു hc by lambda എന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഇതിന്റെ അകത്തൊന്ന് പീരിയഡ് ഇക്വേഷൻ എഴുതാം. എന്താണ്? p ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m hc ഡിവൈഡഡ് ബൈ lambda അല്ലേ? അതേപോലെ തന്നെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്താ? ഡി ബ്രോഗ്ലി wavelength lambda d is equal to h by p. Again, ഈ p യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. h divided by root of 2m hc divided by lambda നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇറ്റ് ബിക്കംസ് ഇവിടെ സ്ക്വയർ റൂട്ടിൽ കണ്ടോ, ഇവിടെ h raised to 1/2 ഉണ്ട്, h ഉണ്ട്. അപ്പൊ വീണ്ടും അതെന്താവുന്നു? സ്ക്വയർ റൂട്ട് ഓഫ് h lambda divided by 2mc ആവുന്നു അല്ലേ? ലാംഡ ഡി. സി ലാംഡ ഡി ഈസ് ഈക്വൽ ടു, ഇത് റോങ് ആണ്. അപ്പൊ നമുക്ക് ലാംഡയുടെ റിലേഷൻ തന്നെ കണ്ടുപിടിക്കണം. ലാംഡയുടെ റിലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സ്ക്വയർ ചെയ്യണം. ബോത്ത് സൈഡ്സ് സ്ക്വയർ ചെയ്യണം. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് then lambda square is equal to h lambda divided by 2mc and lambda is equal to എന്ത് വരും? 2mc divided by h into lambda d square. So which answer is correct? Well, option 1 is correct. Yes, 2mc divided by h into lambda d square. So option 1 is the correct answer. So ഇതും സിമ്പിൾ ആയിട്ടുള്ളതാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. രണ്ടും കണക്ട് ചെയ്തിട്ട്, അതായത് കൈനറ്റിക് എനർജിയെയും ഡി ബ്രോഗ്ലിയുടെ വേവ് ലെങ്തിനെ തമ്മിൽ കണക്ട് ചെയ്ത്, അപ്പൊ മൊമെന്റം റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമുക്ക് ഓർമ്മ വരണം. അപ്പോ ഈ ക്വസ്റ്റ്യൻ കുറച്ച് സമയം എടുത്ത് കാണുമായിരിക്കാം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അതുമല്ല ഓപ്ഷനും കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. സോ ലാംഡ ഈസ് ഈക്വൽ ടു 2mc ഡിവൈഡഡ് ബൈ h ഇൻറ്റു ലാംഡ ഡി സ്ക്വയർ. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9 എങ്ങനെയാണ് എന്നുള്ളത്. See question number 9. A small block slides down on the smooth inclined plane starting from rest at a time t is equal to 0. Let Sn be the distance traveled by the block in the interval t is equal to n minus 1 to t is equal to n. Then the ratio of Sn is equal to Sn plus 1. Sn by Sn plus 1 is correct. Formula based equation ആണ്. Question ആണ്. STD equation നമുക്കറിയാം. എന്താണ്? u plus at minus 1/2a ആണല്ലോ. ഇവിടെ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. u ഈസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ. st ഈസ് ഈക്വൽ ടു at മൈനസ് 1/2a ആണല്ലോ. അപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Sn ബൈ Sn പ്ലസ് 1 ആണ്. അപ്പൊ ടിയുടെ സ്ഥാനത്ത് ആദ്യം Sn കൊടുക്കുക. Sn കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? a into n minus 1/2 which is equal to a into 2n minus 1/2. കറക്റ്റ് അല്ലേ? അത് കഴിഞ്ഞിട്ട് ടിയുടെ സ്ഥാനത്ത് എന്താ കൊടുക്കണ്ടേ? ടിയുടെ സ്ഥാനത്ത് n plus 1 കൊടുക്കുക. So it becomes a into n plus 1/2 which is equal to a into 2n plus 1 divided by 2. രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്തേ. Sn divided by Sn plus 1 is equal to a into 2n minus 1 divided by 2. The whole divided by a into 2n plus 1 divided by 2. 2 get cancelled, a get cancelled. So the answer is 2n minus 1 by 2n plus 1. 2n minus 1 by 2n plus 1. Option 4 is the right answer. മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു.
അപ്പോ ജസ്റ്റ് നമ്മുടെ ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഏതിൽ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. അത് വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് മാച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എത്രയാണ്? √3 RT by m. Pressure exerted by ideal gas 1/3 nm v bar square. Average kinetic energy of a molecule 3/2 kBT. Total internal energy of one molecule of diatomic mass 5/2 nRT. So ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? A2Q, അതേപോലെ തന്നെ B2P, C2S and D2R. Option 1 is the right answer. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ബേസിക് ഫോർമുലാസ് ഒക്കെ തന്നെ നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ എന്ന്. ഫോർമുലാസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് കിട്ടിക്കാണണം. ഈ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനും അതേപോലെ തന്നെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താ പറഞ്ഞേക്കുന്നത്? പോളാർ മോളിക്യൂൾസ് ആർ ദ മോളിക്യൂൾസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. എന്താണ്? ഓപ്ഷൻ 2, having a permanent electric dipole moment. അപ്പോ ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. NCERT നന്നായിട്ട് വായിച്ചിട്ടുള്ളവർക്ക്, നന്നായിട്ട് കോൺസെപ്റ്റ്സ് അറിയാവുന്നവർക്ക് മനസ്സിലായി കാണണം. പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് ചെയ്ത് കാണും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെമി കണ്ടക്ടറി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ NCERT വായിച്ചിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മൾ പല തവണ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ Zener diode is connected in reverse bias when used as a voltage regulator. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലയോ നോക്കാനാണ്. നമുക്കറിയാം Zener diode is used as voltage regulator. Zener diode റിവേഴ്സ് ബയാസ് കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഓപ്ഷൻ A is correct. The potential barrier, first statement is correct. The potential barrier of PN junction lies between 0.1 volt to 0.3 volt. PN junction സിലിക്കണിന്റെ 0.3 ആണെന്നറിയാം, ജെർമേനിയത്തിന്റെ 0.7 ആണെന്നറിയാം. ഇപ്പൊ ജനറലി നമ്മൾ പറയുമ്പോൾ നമുക്കിത് പറയാൻ പറ്റില്ല. ഇപ്പൊ സിലിക്കണിനായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ, 0.3 എന്ന് ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്കിത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇതിപ്പോ നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് വേരി ചെയ്യുന്നുണ്ട്. 0.7 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ A is correct അല്ലെ? ബട്ട് ഓപ്ഷൻ B is incorrect. ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തിരുന്നു അല്ലെ? പക്ഷെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. A spring is stretched by 5 cm by a force 10 Newton. The time period of oscillation when a mass of 2 kg is suspended by it is. അതായത് K is equal to F by L, which is equal to 10 Newton divided by 5 centimeter. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ ഒരിക്കലും മറന്നു പോകരുത് എന്ന് പ്രത്യേകം പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫുൾ തെറ്റിപ്പോവും. വിച്ച് ഈസ് ഈക്വൽ ടു 200 Newton per meter അല്ലെ? അപ്പോൾ ടിയുടെ ഇക്വേഷൻ നമുക്കറിയാം. T is equal to 2π√of m divided by K. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2π√of m is 2 kilogram, K is 200. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 get cancel. 100 പുറത്ത് വരും. 2π/10. 2π/10 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? Which is equal to 0.628 സെക്കൻഡ്. അപ്പൊ നമ്മൾ ഇവിടെ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ, സെന്റിമീറ്ററിനെ മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ മൊത്തം തെറ്റിപ്പോകും. കണ്ട ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന കൺഫ്യൂസിംഗ് ടൈപ്പ് ആണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2, 0.628. മനസ്സിലായല്ലോ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ നിന്ന് നമ്മൾ പറഞ്ഞിരുന്നു. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഡയമെൻഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇപ്രാവശ്യം ഡയമെൻഷനിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കിക്കേ, ഫോഴ്സ്, ആക്സിലറേഷൻ, ടൈം ആർ ചൂസൺ ആസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എനർജി. എനർജിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? എഫും എയും ടിയും ആണ്. So F raised to A raised to B and T raised to C. ഇനി ഡയമെൻഷൻ കൊടുക്കുക. എനർജിയുടെ ML T raised to ML square T raised to -2, which is directly proportional to force in the ML T raised to -2. അതേപോലെ തന്നെ ആക്സിലറേഷന്റെ L T raised to -2
അതേപോലെ തന്നെ ടൈമിന്റെ ടി റേസ് ടു ടി, ടൈം ഈസ് ടി, റൈറ്റ്? സോ ടി റേസ് ടു സി. ഇനി രണ്ട് വശം നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. സോ ഇവിടെ എ ഉണ്ട്, ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താവും? എം റേസ് ടു എ, എൽ റേസ് ടു എ, ടി റേസ് ടു 2a. ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ബി, അതേപോലെ തന്നെ മൈനസ് 2 റേസ് ടു ബി, അതേപോലെ തന്നെ ടി റേസ് ടു സി. സോ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ഈസ് ഈക്വൽ ടു എമ്മിന്റെ ടേംസ് എല്ലാം നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. 1 ഈസ് ഈക്വൽ ടു എ, അതേപോലെ തന്നെ 2 ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കിട്ടും. സോ ബി ഈസ് ഓൾസോ ഈക്വൽ ടു 1. അത് കഴിഞ്ഞ് നമ്മൾ ടിയുടെ ടേംസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 2 ഈസ് ഈക്വൽ ടു മൈനസ് 2a മൈനസ് 2b പ്ലസ് സി എന്ന് കിട്ടും. ഇതിൻ്റെ അകത്ത് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സി ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതായത് എഫ് റേസ് ടു 1, എ റേസ് ടു 1 and t square എന്ന് നമുക്ക് കിട്ടും. സോ എ ഈസ് 1, ബി ഈസ് 1, സി ഈസ് 2. നോക്കുമ്പോ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. എല്ലാവർക്കും ഇതിന്റെ ആൻസർ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പവർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതും ചെയ്ത് കാണുമല്ലോ. Water falls from the height of 60 meter at a rate of 15 kilogram per second to operate a turbine. The losses due to the frictional force are 10% of the input energy. Input energy 10% ലോസ് ആയി എന്നാണ് പറയുന്നത്. അപ്പൊ ബാക്കി എത്ര ഉണ്ട് ഇൻപുട്ട് എനർജിക്ക്? 90% ഉണ്ട്. അപ്പൊ ഹൗ മച്ച് പവർ ഈസ് ജനറേറ്റഡ് ബൈ ദ ടർബൈൻ? നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം. Here the energy is mgh divided by t. 90% ആണ് എന്ത് ഇൻപുട്ടിൽ ഉള്ളത്. അപ്പോ into 90%, so 0.9, which is equal to m by t is directly given as 15 kg per second. തന്നിട്ടുണ്ട് 15 kg per second എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് 15 kg per second. എന്താണ് വാട്ടറിന്റെ റേറ്റ്? സോ m by t is 15, g is 10, h is equal to 60 meter into 0.9. ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8.1 കിലോ വാട്ട് എന്ന ആൻസർ കിട്ടും. ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ന്യൂക്ലിയസ് വിത്ത് മാസ് നമ്പർ 240 breaks into two fragments, each of mass number 120. Binding energy per nucleon of unfragmented nuclei is 7.6 MeV, while that fragment is 8.5 MeV. The total gain in binding energy in the process is. ബൈൻഡിങ് എനർജിയുടെ ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ ആണ് ആൽഫയില്. അപ്പോ X240 എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്തിട്ട് എന്തായി? ബൈ രണ്ട് ഡോട്ടർ എലമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെ? രണ്ട് ഫ്രാഗ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതായത് 2 into y120 എന്ന് ഞാൻ എഴുതിയിരിക്കുകയാണ്. സോ ബൈൻഡിങ് എനർജി ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ബൈൻഡിങ് എനർജി, ടോട്ടൽ ഗെയിൻ ഇൻ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. ബൈൻഡിങ് എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ബൈൻഡിങ് എനർജി ഓഫ് എക്സ് കണ്ടുപിടിക്കുക, ബൈൻഡിങ് എനർജി ഓഫ് വൈ കണ്ടുപിടിക്കുക, എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ബൈൻഡിങ് എനർജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 240 into 240 അല്ലേ? എക്സിന്റെ 240 into എന്താണ്? അൺഫ്രാഗ്മെന്റഡ് ന്യൂക്ലിയയുടെ 7.6 ആണ്. സോ 240 into 7.6 mega electron volt, which is equal to 1824 mega electron volt. അല്ലേ? ബൈൻഡിങ് എനർജി ഓഫ് വൈ പറയാമോ നിങ്ങള്? ബൈൻഡിങ് എനർജി ഓഫ് വൈ is equal to 120 into എത്രയാണ്? 8.5 mega electron volt. So which is equal to എത്ര വരും? 1020 mega electron volt. നീ പറഞ്ഞോ ഗെയിനിങ് ബൈൻഡിങ് എനർജി, ടോട്ടൽ ഗെയിൻ ഇൻ ബൈൻഡിങ് എനർജി. സോ ടോട്ടൽ ഗെയിൻ ഇൻ ബൈൻഡിങ് എനർജി, ടോട്ടൽ ഗെയിൻ ഇൻ ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു എന്താ പറയുന്നത്? ബൈൻഡിങ് എനർജി ഓഫ് ദ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 into EY minus EX. രണ്ട് ഫ്രാഗ്മെന്റ് ആയില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 2 എഴുതുന്നത്. സോ 2 into 1020 mega electron volt minus 1824 mega electron volt. എത്രയാ കിട്ടുന്ന ആൻസർ? Which is equal to, കാൽക്കുലേറ്റ് ചെയ്താൽ മതി,
which is equal to 216 mega electron volt എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ 2 is the right answer. ഇത് എല്ലാവർക്കും കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു ആൻസർ. Next question. The velocity of a small ball of mass m and density d when dropped in a container filled with glycerin becomes constant after some time. If the density of the glycerin is d by 2, then the viscous force acting on the ball will be. ഇതും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇതിന്റെ സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ വിസ്കസ് ഫോഴ്സും കൂടി വരുന്നുണ്ട്. നമ്മളിതിന്റെ സിമിലർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ വിസ്കസ് ഫോഴ്സ് ആക്ടിങ് ആയിരുന്നില്ല ചോദിച്ചത്, അപ്രസ്റ്റ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ ഇത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ വെലോസിറ്റി ഓഫ് സ്മോൾ ബോൾ എന്തൊക്കെയാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത് പറഞ്ഞോ. വി ഹാവ് ടു കൺസിഡർ mg, then upthrust is there, then viscous force is there. So ഇവിടെ velocity constant ആണ് എന്ന് becomes constant after some time. So we can equate Fv plus u is equal to mg. അല്ലേ? So Fv plus u upthrust ആണ്. Upthrust എന്ന് പറഞ്ഞാൽ volume of the ball into density of the glycerin into g, which is equal to mg. What is volume of the ball? Parne volume of the ball എത്രയാണ്? Mass into density of ball into density of glycerin, അല്ലേ? Density of glycerin into g, which is equal to mg. So we can write Fv is equal to m divided by density of ball is given as d, density of glycerin is d by 2 into g, which is equal to mg. So dd get cancelled. Density of glycerin എന്ന് പറയുന്നത് d by 2 ആണ്. അതായത് density of the ബോളിനെ 2 times divide ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. So dd get cancelled. So we will get Fv is equal to mg minus mg by 2, which is equal to mg by 2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വിസ്കസ് ഫോഴ്സ് കൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വിസ്കസ് ഫോഴ്സ് അല്ലാതെ നോർമൽ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വിസ്കസ് ഫോഴ്സും കൂടെ ആക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജസ്റ്റ് വിസ്കസ് ഫോഴ്സിനെ വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ബിക്കംസ് കോൺസ്റ്റന്റ് ആഫ്റ്റർ സം ടൈം, അല്ലേ? വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് we can equate all these. We will be getting the answer as mg by 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. A lens of large focal length and large aperture is best suited as an objective of an astronomical telescope since a large aperture contributes to the quality and visibility of the images. A large area of the object ensures the better light gathering power. A large aperture provides a better resolution of the image. So ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ NCERT വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും. ആൻസർ ഈസ് ഓൾ ദ എബവ്. ലാർജ് അപ്പേർച്ചറും ലാർജ് ഫോക്കൽ ലെങ്തും ആണ് നമ്മൾ എസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പിന് യൂസ് ചെയ്യാൻ കാരണം. അതിന് കാരണങ്ങൾ ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന എല്ലാമാണ് കേട്ടോ. ഓൾ ദ എബവ് ആണ്. അപ്പൊ NCERT വായിച്ചിട്ട് പോകണം എന്ന് നമ്മൾ കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവര് ഇത് ചെയ്ത് കാണും എന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a plane electromagnetic wave propagating in x direction, which one of the following combination gives the correct possible direction for the electric field and magnetic field B respectively? ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരുന്നത് ഏത് പോസിബിൾ ആയിട്ടുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവിലെ പ്രത്യേകത എന്താണ്? ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് വേവ്സ് ആർ E and B are perpendicular, അല്ലേ? ഇയും ബിയും പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ ഇ ഡോട്ട് ബി എന്തായിരിക്കും? 0 ആയിരിക്കും. പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിട്ടുള്ളത് ഏതാണ്? ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിട്ടുള്ളത് യെസ് ഓപ്ഷൻ 4 ആണ്. മൈനസ് ജെ പ്ലസ് കെ ഡോട്ട് മൈനസ് ജെ മൈനസ് കെ മൈനസ് ജെ -1 into -1 1, then 1 into -1 -1. So 1 into -1 which is equal to 0 എന്നുള്ളത്. So minus j plus k dot minus j minus k എന്നുള്ളത് a dot b is equal to 0 എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെയാണ്. So option number 4 is the
റൈറ്റ് ആൻസർ. ഇത് നിങ്ങൾ ചെയ്ത് കാണും ഉറപ്പായിട്ടും അല്ലേ കുഞ്ഞുങ്ങളെ? ക്വസ്റ്റ്യൻ നമ്പർ 20 നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ? ഇവിടെ 100ഉം 150ഉം അല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. ടി ഹാഫ് ഈസ് ഈക്വൽ ടു 100 അല്ലേ? ടി തന്നിട്ടുണ്ട്. ടി ഗിവൺ ഈസ് ഈക്വൽ ടു 150. അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കാലോ. n ഈസ് ഈക്വൽ ടു ടി ഗിവൺ ബൈ ടി ഹാഫ് വിച്ച് ഈസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 100 അല്ലേ? നമ്മളിത് കണ്ടിട്ടുള്ളതല്ലേ? അല്ല ചെയ്തിട്ടുള്ളതല്ലേ? സോ n ഈസ് ഈക്വൽ ടു 3/2. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? n ന്റെ ഇക്വേഷൻ n ഈസ് ഈക്വൽ ടു n0 by 2 raised to n. So the fraction of original activity that will remain, which is n by n0 is equal to 1 by 2 raised to n. 1 by 2 raised to n എന്ന് പറഞ്ഞാൽ എത്ര? 1 by 2 raised to 3/2, which is equal to 1 by 8 raised to 1 by 2. 8 raised to 1 by 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 by 2 root 2. So option 4 is the right answer. നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്തെ ആകെ ഈ 100ഉം 150 മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പൊ ഇത് നമ്മൾ എക്സ്പെക്ടഡ് ആണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് കാണുമായിരിക്കുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In a potentiometer circuit, a cell of EMF 1.5 volt gives balance point at 36 centimeter length of wire. If another cell of EMF 2.5 volt replaces the first cell, then at what length of the wire the balance point occur? ഇത് ചെയ്തപ്പോഴും നോക്കേണ്ട കാര്യമില്ല. മനസ്സിൽ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാം. പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പൊട്ടൻഷ്യോമീറ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. E1 by E2 is equal to L1 by L2. So which is 1.5 divided by 2.5 is equal to, direct substitute ചെയ്യുക, 36 centimeter divided by L2. So L2 is equal to 36 into 2.5 divided by 1.5, which is equal to 60 centimeter. So option 3 is the right answer. കിട്ടി കാണും എല്ലാവർക്കും. Question number 22, Newton's law of cooling. This one also we have done in our classroom. ക്ലാസ്റൂമിൽ ചെയ്തിട്ടുണ്ട് അല്ലെ? പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഇവിടെ ടിയുടെ വാല്യൂ തന്നിട്ടില്ല, അത്രേ മാത്രമേ ഉള്ളൂ. നോക്കിക്കേ. A cup of coffee cools from 90 degrees Celsius to 80 degrees Celsius in 10 minutes when the room temperature is 20 degrees Celsius. The time taken by the similar cup of the coffee to cool from the 80 degree to 60 degree at the room temperature same at 20 degrees Celsius. എന്താ പ്രയാസം? നിങ്ങൾ ഇത് ചെയ്തിട്ടുള്ളതല്ലേ? എന്താ ഇക്വേഷൻ? ആദ്യത്തെ ഇക്വേഷൻ ഉണ്ടാക്കുക. ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു k into theta minus theta naught. ഫസ്റ്റ് കേസിൽ നമുക്ക് എന്ത് പറയാം? 90 to 80 delta theta is 10 divided by time is t. ടൈം തന്നിട്ടില്ല, ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. k into k is also not given. Average 90 plus 80 by 2, which is equal to 85 minus 20. This is equation number 1. Right? Second equation, 20 divided by 80 to 60 alle. Appo 20 divided by T2 adana namukku kandupidikkendathu, which is equal to the same k into average 80 60 the average, which is equal to 70 minus 20. This is equation number 2. ഇത് തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്തേ. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ കെയും കെയും തമ്മിൽ ക്യാൻസൽ ആയി പോകും. ദിസ് ബിക്കംസ് 65, ദിസ് ബിക്കംസ് 50. എന്നിട്ട് ടിയുടെ ടേമിൽ അങ്ങോട്ട് ആൻസർ ചെയ്യുക. ആൻസർ ചെയ്യുമ്പോൾ ഈ 20യും 10ഉം തമ്മിലൊക്കെ ക്യാൻസൽ ചെയ്യുക, 2 ആവും. സോ T2 is equal to 2 into 65 divided by 50. So 65 by 25, which is equal to 13 divided by 5 into t എന്ന ആൻസർ. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടി കണ്ടുപിടിച്ചാൽ മതി. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ നോക്കുമ്പോൾ കണ്ടോ, നമ്മൾ ആൽഫയിൽ ചെയ്തിട്ടുള്ള മിക്കവാറും ക്വസ്റ്റ്യൻസും നമ്മൾ വന്നിട്ടുണ്ട്. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ, വാല്യൂ മാറിയിട്ടേ ഉള്ളൂ. സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മുടെ എൻട്രൻസ് എക്സാമിന് വന്നിട്ടുള്ളത്. കുറെ, അതായത് ലെങ്തി ആയിരുന്നു ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷെ ബാക്കി അതർവൈസ് ക്വസ്റ്റ്യൻ നല്ലതായിരുന്നു. എ പാർട്ട് നല്ലതായിരുന്നു. സി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ.
ഡയറക്റ്റ് ആണ്. ഇ ബൈ ജിയുടെ ഡയമെൻഷൻ കണ്ടുപിടിച്ചാൽ മതി. എനർജിയുടെ ഡയമെൻഷൻ എന്താ? ml² T⁻². ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ എന്താണ്? m⁻⁻1 L³ T⁻². ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ അറിയാൻ വയ്യാത്തവര് F is equal to G m1 m2 divided by r² ഇന്ന് G is equal to FR² divided by m1 m2 ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്താൽ മതി. ml T⁻², L² divided by m² എന്ന് ചെയ്താൽ m⁻⁻1 L⁻³ T⁻² കിട്ടും. അപ്പൊ ആൻസർ എന്താണ്? ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്താ വരുന്നത്? m² അല്ലേ? ദിസ് ഇസ് m⁻⁻1. മോളിൽ പോകുമ്പോൾ m² L⁻⁻1 T⁻². ഓപ്ഷനിലുണ്ടോ? m² L⁻⁻1 T⁻². ഓപ്ഷൻ 3 is the right answer. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തെറ്റില്ലാതെ തന്നെ കിട്ടി കാണുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാ ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഇപ്പൊ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. എല്ലാ ഫോർമുലാസിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ? സി ക്വസ്റ്റ്യൻ നമ്പർ 24. NCERT വായിച്ചിട്ടുള്ളവര് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പറഞ്ഞു തന്നപ്പോൾ തന്നെ നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ വേരിയേഷൻ അല്ലെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സോളിഡ് പൈപ്പിന്റെ വേരിയേഷൻ നമ്മൾ പറഞ്ഞു തന്നു. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് NCERT-യിലെ കറക്റ്റ് സോളിഡ് എക്സാമ്പിൾ ഫ്രം NCERT ആണ്. സോ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തിക് കറന്റ് ക്യാരിയിങ് കേബിൾ എന്ന് കണ്ടപ്പോ തന്നെ ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് ആൻസർ. ഇവിടെ എന്താണ്? B ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. ഇവിടെ B ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. നിങ്ങൾക്ക് ചെയ്തു കാണും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. So question number 25. A particle is released from height s from the surface of the earth. At a certain height, its kinetic energy is 3 times the potential energy. So kinetic energy is 3 times potential energy എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് at a particular height ആണ്. So total energy എന്ന് പറയുന്നത് mgs is equal to 4 times potential energy. 3 times potential energy plus potential energy, kinetic energy plus potential energy. So mgs is equal to 4 times potential energy അല്ലേ? So potential energy എന്ന് പറയുന്നത് എന്താണ്? mgs by 4. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം കിട്ടി. The height from the surface of the earth. Height from the surface of the earth എത്രയായിരിക്കും? s by 4 എന്നുള്ളത് കിട്ടി. ഓപ്ഷൻ 2 ആവാം, 3 ആവാം, 4 ആവാം. അടുത്ത നോക്കിക്കേ. ഇനി എന്താ ക്വസ്റ്റ്യൻ? സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദ ഇൻസ്റ്റന്റ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. At that instant speed is equal to. അപ്പോൾ potential energy mg s by 4 ആണെങ്കിൽ kinetic energy എത്രയായിരിക്കും? Total energy is equal to mgs. So kinetic energy നമുക്കറിയാം 3 by 4 mgs ആയിരിക്കും അല്ലേ? പൊട്ടൻഷ്യൽ എനർജി 1 by 4 ആണെങ്കിൽ kinetic energy 3 by 4 mgs ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം half mv² is equal to 3 by 4 mgs എന്ന് എഴുതാൻ പറ്റും. So 2 and 2 get cancelled. So 3 by 2 mgs, m and m to get cancelled. Then v is equal to root of 3 by 2 mgs. Right? So answer is option 2. Option 2 is the right answer. It is kind of. Apart question nokam. An infinitely long straight conductor carries a current of 5 ampere. An electron is moving with a speed of 10⁻⁵ meters per second parallel to the conductor. The perpendicular distance between the electron and the conductor is 20 centimeters at the instant. Calculate the magnitude of force experienced by the electron at that instant. Direct formula based question ആണ്. Infinitely long straight conductor ആണ്. So magnetic field B is equal to μ0 by 4 pi 2I by R. അല്ലേ? ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട്. μ0 by 2 4 pi into 2 into 5 divided by R, which is equal to 10⁻⁻7 into 2 into 5 divided by 0.2, which is equal to 5 into 10⁻⁻6 Weber per meter square എന്ന് കിട്ടി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കുന്നത് എന്താണ്? ഒരു electron is moving with the speed of 10⁵ meters per second parallel to the conductor എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ force on the electron. So force on the electron is equal to QVB.
force on the electron is equal to QVB, which is equal to 1.6 into 10 raised to minus 19 into V is 10 raised to 5 meter per second, it is given. And then it is given B, we found the value of B, 5 into 10 raised to minus 6. Then 1.6 into 10 raised to minus 19 into 10 raised to 5 into 10 raised to minus 6. Calculate either, which is equal to 8 into 10 raised to minus 20 Newton direct answer. 8 pi under pi. So 8 into 10 raised to minus 20 Newton. Option 2 right answer. No. This is simple question. Just a formula based question. Even magnetic field magnetic field questions tough questions expect magnetic field questions direct formula based questions. So the question question number 27. Yes. Two charged spherical conductors of radius R1 and R2 are connected by a wire. Two spherical conductors R1 and R2, which is connected by wire connected. The ratio of the charge densities of the sphere is. For charge densities are a question. For two spherical conductors R1, R2. So here Q1, Q2 iricam in there. Charges on this conductor, charge on this conductor is Q2, it is connected by a wire. V1, V2, V1 is equal to connected by a wire. V1 is equal to V2 out. V1 is equal to V2 out. We know that Q1 by Q2 directly proportional to R1 by R2. Sigma 1 in the equation. Sigma 1 is equal to Q1 by 4 pi R1 square. Sigma 2 is equal to Q2 by 4 pi R2 square. So, this is divide the ratio of sigma 1 by sigma 2. So, sigma 1 by sigma 2 change, Q1 under Q1 by Q2 under sigma 1 by sigma 2 is equal to Q1 by Q2 into R2 square divided by R1 square. And we know that Q1 by Q2 directly proportional to R1 by R2. Substitute R1 by R2 into R2 square divided by R1 square. So which is equal to R2 by R1. So sigma 1 by sigma 2 is equal to R2 divided by R. So this is a conceptual question. Concepts under equation. Equation based question ratio type question. So answer is option 4. Next question. So question number 28. Find the value of the angle of emergence from the prism. Refractive index of the glass is root. So this question just longitude apply question. Similar type of questions. So either incident at 90 degree, normal 90 degree incident. So the area see, take this triangle. This angle is also 60 degree. The angle is 60 degree, this 60 degree, this 60 degree. And what about this angle? This angle is 30 degree. This is 90. Again, this angle is 30 degree. So, this emerge another, emerge. So, we have to find this angle theta. So, we know that mu is equal to sin I by sin R. Mu is equal to sin I by sin R. So, emergent ray is sin I. So, mu on the root 3 is equal to sin theta divided by sin R is sin 30. So, sin theta is equal to root 3 into sin 30.
Sine 30 is 1/2. So sine theta is equal to √3/2. And theta is equal to sine inverse of √3/2, which is equal to 60 degree. Answer കിട്ടി കാണും എല്ലാവർക്കും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ജസ്റ്റ് ആംഗിൾ മാർക്ക് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നോർമലിലാണ് ആംഗിൾ ഇൻസിഡന്റ് ചെയ്യുന്നത്. റേ ഇൻസിഡന്റ് ചെയ്യുന്നത് നോർമലിലൂടെയാണ്. സോ ഹിയർ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു 0. സോ നേരെ വരും. ഇവിടുത്തെ ആംഗിൾ ഓഫ് ദിസ് ആംഗിൾ വിൽ ബി ഈസ് ഈക്വൽ ടു 30 degree because from this triangle. ട്രയാങ്കിളിൽ നിന്നാണ് ഇവിടെ 30 degree നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 29 സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഒരു മാറ്റം ഇല്ല, സിമിലർ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ വാല്യൂസ് മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോ അതേപോലെ തന്നെ വളരെ ശ്രദ്ധിച്ചായിരുന്നു. ഞാനിപ്പോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത്. സോ vnന്റെ വാല്യൂ vn is equal to square root of vr square plus direct equation based question ആണ് അല്ലേ. vl minus vc the whole square എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് vr എന്ന് പറയുന്നത് 40 സ്ക്വയർ പ്ലസ് vl മൈനസ് vc എന്ന് പറയുന്നത് 30 സ്ക്വയർ, vc സ്ക്വയർ എന്ന് പറയുമ്പോൾ 30 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 25 എന്ന് നമുക്ക് അല്ലേ 1600 into 900. So which is equal to 50 എന്ന് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 50 വോൾട്ട് എന്ന് കിട്ടും. സോ IRMS ഇന്റെ വാല്യൂ എന്ന് പറയുന്നത് I0/√2 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Z ആണ്. Z is equal to what? Z is equal to V divided by IRMS ആണ്. പ്രത്യേകം നമ്മൾ അന്നേരം പറഞ്ഞതാണ്. Z is equal to V divided by IRMS. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് IRMS അല്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് the amplitude of the current flowing through the LCR series circuit is 10√2 ampere എന്നാണ്. ആംപ്ലിറ്റ്യൂഡ് ആണ് തന്നിട്ടുള്ളത്. സോ I0 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സ്പെസിഫൈ ചെയ്ത ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 10√2. സോ IRMS is 10√2 divided by √2. √2 will get cancelled. So IRMS എന്ന് പറയുന്നത് 10 ആണ്. So we can substitute here. V നമുക്ക് 50 കിട്ടി അല്ലേ. 50/10 which is equal to 5 ohm ആണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് I0 വെച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് 5/√2 ആൻസർ കിട്ടും. ദാറ്റ് ആൻസർ ഈസ് റോങ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അന്ന് ആൽഫയിൽ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം the amplitude is not IRMS. IRMS is I0/√2. അത് എപ്പോഴും ഓർത്തോണം. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. So one gives the physical terms associated with flow of current to a metallic conductor. Metallic conductor in the physical terms direct equations ആണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻസ് നോക്കിക്കേ. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ കറക്റ്റ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് EE/m. EE/τ/m ആണെന്ന് നമുക്കറിയാം. Then electrical resistivity എന്ന് പറയുന്നത് എന്താണ്? E/j ആണെന്ന് നമുക്കറിയാം. റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് m/n(e²τ) ആണെന്നറിയാം. കറന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കറന്റ് per യൂണിറ്റ് ഏരിയ, so which is equal to NEBD എന്നറിയാം. സോ ഓപ്ഷൻ 3 is the right answer. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും നോക്കാൻ വയ്യ, നോക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ ടിക്ക് മാർക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡൈപോളിന്റെ ഒരു കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഡൈപോൾ is placed in an electric field as shown. In which direction it will move? അപ്പൊ ഇവിടെ ഡൈവേർജിംഗ് ഫീൽഡ് ആണ് നമുക്ക് തന്നേക്കുന്നത് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ്സ് ആർ ഡൈവേർജിംഗ് and we know that electric field in the equation E is directly proportional to 1/r². അതായത് r² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഇവിടെയാണ് +q, ഇവിടെയാണ് -q. ഇവിടെ എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് കൂടുതൽ? ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ആയിരിക്കും കൂടുതൽ, ഇവിടെ കുറവായിരിക്കും അല്ലെ. സോ E1 is greater than E2. So we can say that F1 will be greater than F2. എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? റൈറ്റ് സൈഡിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, വാട്ട് അബൌട്ട് പൊട്ടൻഷ്യൽ എനർജി?
the potential energy will decrease. Option 4 is the right answer. This one is a conceptual question. Conceptual question. So idum cheyidu kaanumennu vicharikkunnu. Concept nannayittu NCERT vayichittullavaru, concept nannayittu ariyavunavaru okay idu cheyidu kaanuva. Next question. A parallel plate capacitor has a uniform electric field E in the space between the plates. If the distance between the plate is D and area of cross section A, the energy stored in the capacitor is. In നമ്മൾ എപ്പോഴും ഒരുപാട് നമ്മുടെ അൽഫല മിക്കവാറുമുള്ള എൻട്രൻസ് ഐ മീൻ എക്സാംസിനൊക്കെ അതായത് ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമിനൊക്കെ ഈ ക്വസ്റ്റ്യൻ വരികയായിരുന്നു. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇക്വേഷൻ ആയിരുന്നു എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ which is equal to energy density into volume. Energy density is half epsilon 0 E square and volume is AD. So option 1 is the right answer. Without നമ്മൾ കൂടുതലൊന്നും നോക്കാതെ തന്നെ, കാരണം നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഓപ്ഷൻ 1 is the right answer. So അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Convex lens A of focal length 20 cm, concave lens B of focal length 5 cm are kept between the same axis with a distance D between them. So 1 by F is equal to 1 by F1 plus 1 by F2 minus D by F1 F2. Question കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി D ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ പാരലൽ ബീം ആണ്. പാരലൽ ബീം ആണ് എങ്കിൽ നമുക്ക് 1 by F 0 is equal to 1 by F1 plus 1 by F2 minus D by F1 F2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി D is equal to F1 minus F2 ചെയ്താൽ മതി. പാരലൽ ബീം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ D is equal to നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് പാരലൽ ബീം ആണെങ്കിൽ D is equal to F1 minus F2. So which is equal to 20 minus 5. 20 minus 5 എന്ന് പറഞ്ഞാൽ 15 ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ ഷോർട്ട് കട്ട് ഓർക്കുക, പാരലൽ ബീം എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ F1 D is equal to F1 minus F2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ which is equal to 15 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 15 centimeter is the right answer. സോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എസ്കേപ്പ് വെലോസിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫസ് ഈസ് V. Escape velocity from the surface of another planet of radius 4 times that of Earth and same mass density. Mass density same ആണ്. അതേപോലെ തന്നെ radius 4 times. Earthന്റെ റേഡിയസിനെക്കാട്ടിൽ 4 times ആണ് എന്നാണ് തന്നിരിക്കുന്നത്. So we know that escape velocity is directly proportional to m by r. അല്ലേ. So which is equal to m നെ നമുക്ക് എങ്ങനെ എഴുതാം? Which is directly proportional to m is rho into 4 by 3 pi r cube divided by r. So r get cancelled. So we can say that VE directly proportional to r. VE directly proportional to r because r get cancelled. ഇതിനകത്ത് എന്ത് വരും? r square വരും. Square root of r square വരും. So VE escape velocity is directly proportional to r എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വേറൊരു പ്ലാനറ്റിലെ റേഡിയസ് എർത്തിന്റെ റേഡിയസിനെക്കാട്ടിൽ 4 times കൂടുതലുണ്ട് എങ്കിൽ അവിടുത്തെ എസ്കേപ്പ് വെലോസിറ്റി എന്തായിരിക്കും? If V is directly proportional to r, then എന്തായിരിക്കും ആൻസർ? 4 times V ആയിരിക്കും. അവിടുത്തെ ആ പ്ലാനറ്റിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 4 times V ആയിരിക്കും. അല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. V is equal to V0 sin omega t എന്ന് പറയുന്ന AC സോഴ്സ് അത് കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. സോ വി നോ ദാറ്റ് I is equal to I0 sin എന്താണ്? കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ see this is VC, this is IC അല്ലേ. അതായത് 90 ഡിഗ്രി ലീഡ് ചെയ്യുന്ന ആളാണ് കറന്റ്. സോ സൈൻ omega t plus 90. What is sin omega t plus 90? Which is cos omega t, right? So I0 is equal to what? V0 divided by XC into cos omega t. XC എന്ന് പറഞ്ഞാൽ എന്താ? 1 by C omega. Substitute ചെയ്യുക. അപ്പോൾ എന്ത് വരും? C omega മുകളിൽ വരും. So which is equal to V0 C omega cos omega t. So I is equal to ID is equal to V0 C omega cos omega t. Option 3 is the right answer. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പോൾ നമ്മുടെ പാർട്ട് ബി തുടങ്ങുകയാണ്. പാർട്ട് ബി കുറച്ച് ലെങ്തി ആയിരുന്നു, കുറച്ച് ടഫ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി. ബാക്കിയുള്ള ഇതിനെക്കാട്ടിൽ നോക്കുമ്പോൾ പാർട്ട് ബി കുറച്ച് ടഫ് ആയിരുന്നു. പാർട്ട് ബിയിൽ നമ്മളിവിടെ നോക്കിക്കേ.
ആദ്യം തന്നെ നമ്മുടെ ലോജിക് ഗേറ്റ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ലോജിക് ഗേറ്റ്സിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. For the given circuit, the input digital signals are applied at the terminals A, B, and C. What would be the output at the terminal Y? So, input in the waveforms തന്നിട്ടുണ്ട്, output in the waveforms തന്നിട്ടുണ്ട്, നമുക്ക് ലോജിക് സർക്യൂട്ട് തന്നിട്ടുണ്ട്, ഇതിന്റെ ഔട്ട്പുട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഇൻപുട്ടിന്റെ വേവ് ഫോമിൽ കണ്ടോ 5 എന്നുള്ളത് നമ്മുടെ ബൈനറി 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഓർക്കണം കേട്ടോ, 5 എന്നുള്ളത് ഹൈ ഔട്ട്പുട്ട് ആണ്. ഹൈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആണ് അല്ലെ? ഹൈ ഇൻപുട്ട് അല്ലെങ്കിൽ ഹൈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്. അതേപോലെ തന്നെ ഹൈ വോൾട്ടേജ് 5ഉം, ഹൈ വോൾട്ടേജ് ഡിജിറ്റൽ സർക്യൂട്ട്സിൽ ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 5ഉം അതേ കൂട്ടി തന്നെ ലോ വോൾട്ടേജ് എന്ന് പറയുന്നത് 0ഉം ആണ് ഡിജിറ്റൽ സർക്യൂട്ട്സിൽ. അപ്പൊ നമ്മൾ ലോജിക് ഗേറ്റ്സിനൊക്കെ ഇൻപുട്ടും ഔട്ട്പുട്ടും ബൈനറി 1ഉം 0ഉം ഇല്ലേ? 1 എന്ന് പറയുന്നത് 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്, 0 എന്ന് പറയുന്നത് 0 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഇതാണ് 1ഉം 0ഉം, അല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ആൻസറിൽ ഇവിടെ 0ഉം 5ഉം ആണ് തന്നേക്കുന്നത്. അപ്പൊ 1ന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ബൈനറി 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 5 വോൾട്ട് ആണ്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഓപ്ഷൻ സി കണ്ടോ, മൊത്തം 5 എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് ഇറ്റ് ഈസ് 1, മൊത്തം ഹൈ ആണ് എന്നുള്ളതാണ്, ഹൈ ഔട്ട്പുട്ട് ആണ് എന്നുള്ളതാണ് ഇതിനർത്ഥം. അപ്പോ നമുക്ക് ആദ്യം ഇതിന്റെ y കണ്ടുപിടിക്കാം. സോ ദിസ് ഈസ് എ, ബി, ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്, NAND ഗേറ്റ് ആണ്, OR ഗേറ്റ് ആണ്. സോ ദിസ് ബിക്കംസ് a dot b, this becomes b dot c the whole bar. So y is equal to a dot b plus b dot c the whole bar. അതായത് ഇതൊരു OR ഗേറ്റ് ആണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ഇൻപുട്ട് വേവ് ഫോംസിലായതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. y is equal to a dot b plus b dot c the whole bar. ഇനി ഡയറക്റ്റ് ആയിട്ട് ഇൻപുട്ട് നോക്കിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാം. ഇൻപുട്ട് നോക്കിക്കേ, ആദ്യം കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് 0, 0, 1 ആണ്. അതായത് എക്ക് 0, ബിക്ക് 0, സിക്ക് 1. ഒന്ന് എടുത്ത് നോക്കാം, എന്നിട്ട് നമുക്കൊന്ന് ഔട്ട്പുട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ 0, 0, 0 കൊടുക്കുന്നു. എക്കും ബിക്കും സിക്കും 0, 0, 0 അല്ല, 0, 0, 1 അക്കോർഡിംഗ് ടു ദ വേവ് ഫോം ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. സിമിലർ വേവ് ഫോമിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ആദ്യം ഇൻപുട്ട് 0, 0, 1 കൊടുക്കുന്നു. നോക്കിക്കേ, ഇവിടെ എന്താ ഔട്ട്പുട്ട് കിട്ടുന്നത്? 0.0 പ്ലസ് 0.1 ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.0 is 0, ആൻഡ് ഗേറ്റ് അല്ലേ? 0.1 is 0, 0 bar, which is equal to 0 plus 1, which is 1. 1 എന്ന ആൻസർ കിട്ടും. അപ്പൊ 1 എന്ന ആൻസർ വരുമ്പോൾ ഇതെന്തായാലും വരില്ല. ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. ഒന്നിൽ ഓപ്ഷൻ 3 ആയിരിക്കും, ഓപ്ഷൻ 1ഉം 2ഉം അല്ല എന്ന് മനസ്സിലായി. ഒന്നിൽ ഓപ്ഷൻ 3 ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ 4 ആയിരിക്കും അല്ലെ? ഇനി അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? 1, 0, അതേപോലെ തന്നെ 1. അതാണ് അടുത്ത ഇൻപുട്ട്. 1, 0, 1 അപ്ലൈ ചെയ്യാം. സോ 1, 0, 1 കൊടുക്കുന്നു. എക്ക് 1, ബിക്ക് 0, സിക്ക് 1. അത് കൊടുക്കുമ്പോ 1.0 plus 0.1 the whole bar. 1.0 is again 0. 0.1 എന്ന് പറഞ്ഞാൽ എത്രയാ? 0 bar. അത് again 1 plus 1 is equal to 1 എന്ന് കിട്ടും. അപ്പൊ 1 എന്ന് കിട്ടുമ്പോ നോക്കിക്കേ, ഇതിന്റെ ഔട്ട്പുട്ട് 1 ആണ്, ഇതിന്റെ ഔട്ട്പുട്ട് 0 ആണ് സെക്കൻഡ് പാർട്ടിൽ. അപ്പോ തന്നെ മനസ്സിലായി, രണ്ടെണ്ണം കൊടുത്തപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഏതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി, അതായത് 3 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4ന് 0 ആണ് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ ഒന്നുകൂടെ കൊടുത്തോ. ഒന്നുകൂടെ കൊടുക്കുമ്പോ എന്താ വരുന്നത്? 0, 1, 0 കൊടുത്തേ. 0, 1, 0 എന്ന് കൊടുത്ത് നോക്കിക്കേ. 0, 1, 0 അപ്ലൈ ചെയ്യുമ്പോ 0.1 പ്ലസ് 1.0 the whole bar എന്ന് പറഞ്ഞാൽ again 0 plus 1.0 is 0 bar, which is equal to 0 plus 1. 1 വന്നില്ലേ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്. 3 എണ്ണം ചെയ്യേണ്ട കാര്യമില്ല, 2 ഇൻപുട്ട്, ജസ്റ്റ് ഔട്ട്പുട്ട് എഴുതുക, എന്നിട്ട് ഇൻപുട്ടിന്റെ വേവ് ഫോം ആദ്യത്തെ 2 എണ്ണം കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ്? ഓപ്ഷൻ 3 is the right answer. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇത് ലോജിക് ഗേറ്റ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. വേവ് ഫോം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്രാവശ്യം ചോദിച്ചത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം.
അപ്പോ നമ്മള് ഈ ഓപ്ഷൻ ബി ബി പാർട്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് ലെങ്തി ആയിരുന്നു, കുറച്ച് ചെയ്യേണ്ടി വരാൻ. എല്ലാ ക്വസ്റ്റ്യൻസും ലെങ്തി അല്ല, 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ലെങ്തി ആയിട്ടുള്ളത്, ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ. A car starts from rest and accelerate at 5 meter per second square. At t is equal to 4 seconds, a ball is dropped out of a window by a person sitting in the car. What is the velocity and acceleration of the ball at t is equal to 6 seconds, take t is equal to 10 meter per second? ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകതയുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ കിട്ടും. അതായത് കാറിന്റെ വിൻഡോ, കാർ മൂവിംഗ് ആണ്, കാറിന്റെ വിൻഡോയിൽ നിന്നും, അതായത് കാറിന്റെ ജനലിൽ കൂടെ ഒരു ബോൾ വലിച്ചെറിയുമ്പോൾ നമുക്കറിയാം എന്ത് സാധനമാണെങ്കിലും ത്രോയിങ് ആണെങ്കിൽ അത് എന്തിലാ വരും, ഫ്രീ ഫോളിൽ വരും. ഫ്രീ ഫോളിൽ വരുവാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് A is equal to ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആവും അറ്റ് ഫ്രീ ഫോൾ. അപ്പോ എയുടെ ആൻസർ എന്താണ്, 10 meter per second square. ഫർദർ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. 4 സെക്കൻഡിലാണ് എന്ത് ചെയ്തത്, ബോൾ ഡ്രോപ്പ് ചെയ്തത്. 20 meter per second ഡ്രോപ്പ് ചെയ്തു അല്ലെ. അപ്പോ എ എന്ന് പറയുന്നത് ജി തന്നെയാണ് അല്ലെ. പിന്നെ ആഫ്റ്റർ 6 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആഫ്റ്റർ 2 സെക്കൻഡ്. 6 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 4 സെക്കൻഡിൽ ഡ്രോപ്പ് ചെയ്തു. 6 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ 2 സെക്കൻഡ് again horizontal will be the 20 meter per second അല്ലെ. വെലോസിറ്റി, ഹൊറിസോണ്ടൽ വെലോസിറ്റി. അപ്പോ വെർട്ടിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, a into t, that is 10 into 2, t is equal to 2 seconds, so which is equal to 20 meter per second. ഇതിന്റെ റിസൾട്ടന്റ് എത്രയാണ്, 20 meter per second, 20 meter per second. Resultant is 20√2. അതാണ് വെലോസിറ്റി at t is equal to 6 seconds. So 20√2 meter per second ആണ് വെലോസിറ്റി. ആക്സിലറേഷൻ is acceleration due to gravity. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആക്സിലറേഷൻ ഫ്രീ ഫോൾ ആണ് മനസ്സിലാക്കിയിട്ട് ആൻസർ ടിക്ക് ചെയ്യുവാണെങ്കിൽ അതാണ് നമ്മുടെ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ചില ക്വസ്റ്റ്യൻ നമ്മൾ സ്മാർട്ട് വർക്കിലൂടെയാണ് ചെയ്യേണ്ടത്. സോ ബാക്കി ഒന്നിനും കണ്ടോ, എല്ലാം 0, 10 meter per second, 5 meter per second square, 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ആൻസർ ചെയ്യണം ഓപ്ഷൻ 2 റൈറ്റ് ആൻസർ. ഫർദർ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. So next question number 38. See, question number 38. A uniform rod of length 200 centimeter. ഈ റോഡിന്റെ ലെങ്ത് 200 ആണ്. 160 തന്നിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് 200 centimeter ആണ്. Mass of 500 gram is balanced on the verge placed at 40 centimeter mark. A mass of 2 kilogram is suspended from the rod at from the rod at 160 centimeter mark as shown in the figure. Find the value of m such that the rod is in equilibrium. Rod equilibrium ആണെങ്കിൽ നമുക്കറിയാം clockwise moment is equal to anti-clockwise moment ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് clockwise moment ആയിരിക്കും അല്ലേ, ഇത് anti-clockwise moment ആയിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ വെയിറ്റ് കറക്റ്റ് 200 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഇതിന്റെ വെയിറ്റ് കറക്റ്റ് നടുക്ക്, അതായത് 100 സെന്റിമീറ്ററിൽ ബാലൻസ് ചെയ്യുന്നത് എന്താണ്, വെയിറ്റ് ആണ്. ദാറ്റ് ഈസ് 1/2. 500 gram into g, that is 1/2 g. മാസ് ബാലൻസ് ചെയ്യുന്നുണ്ട്. അതെവിടെയാണ്, 500 ഗ്രാമിനെ ഞാൻ കിലോഗ്രാമിലോട്ട് ആക്കിയേക്കുവാണ്. 500 gram is equal to half kilogram, so half into g. g എന്ന് പറയുന്ന ആക്സിലറേഷൻ എം ജിയുടെ ആണ്, എം ജി ഹാഫ് ജി. അപ്പോ ഇത് ക്ലോക്ക് മൊമെന്റ് ആണ്. ദിസ് വൺ ഈസ് ക്ലോക്ക് മൊമെന്റ്, ദിസ് വൺ ഈസ് ക്ലോക്ക് മൊമെന്റ്, ദിസ് വൺ ഈസ് ആന്റി ക്ലോക്ക് മൊമെന്റ്. നമുക്ക് ക്ലോക്ക് മൊമെന്റ് ഈസ് ഈക്വൽ ടു ആന്റി ക്ലോക്ക് മൊമെന്റ് എന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വേഗം കിട്ടും. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ, ദിസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. This distance is equal to 40, 100 minus 40, 60 centimeter. This distance is equal to 120 centimeter. So ini cheyan eluppaayirikkum. So idana nammade wedge alle. Appo ee wedge aanu, ee wedge ne compare ചെയ്തിട്ടാണ് നമ്മൾ clockwise moment is equal to anti clockwise moment എടുക്കുന്നത്. അപ്പോൾ ആദ്യം LHS ലെ ചെയ്തോ, 40 minus 20 into 2g is equal to, ഇവിടെ എത്രയാണ്
1 by 2. 1 by 2 G into 100 minus 40, that is 60, plus this is M. So mg into 160 minus 40, that is 120. Correct? So this becomes 20 into 2, 40G. G cancel. 40 is equal to 30 plus 120 M. So 10 is equal to 120 M. In the simple question, M is equal to 10 by 120, which is equal to 1 by 12 kg. Equilibrium clockwise momentum, anti-clockwise momentum equal equate. Only thing is weight is balanced. Length balance weight include 100 centimeter. So this is 200 centimeter total road. That's matram consider the question question option 2 is the right answer. Adutha question lote namukku pova. So adutha question is question number 39. 39th question is also logically question plane mirror convex lanes combination. So point object place 60 centimeter. Focal length of the convex lens in the focal length 30 centimeters. Object place 60 centimeter. That focal length 30 ആണ്. Object എവിടെയാണ്? അതായത് u is equal to 60 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 2f. Object 2f ലാണെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും? ഏത് ഒബ്ജക്റ്റ് ആയ whether it is point or linear. Object 2f ലാണെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും? 2f. അതായത് 60 സെന്റിമീറ്റർ ലെഫ്റ്റ് സൈഡിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ 60 സെന്റിമീറ്റർ റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് കിട്ടും? Image. So this distance is equal to 60 centimeter. Correct aane? Appo plane mirror la either image 1 aayittu varum. This image 1 is object of this image 1 is this is object 1. This image 1 will be object to the plane mirror. This is virtual object. Alle virtual object aanu plane mirror inde poravashathana object. Anganeyaണെങ്കിൽ എവിടെയായിരിക്കും plane mirror ന്റെ കേസ് നമുക്കറിയാം. This 60, the total 60 centimeter ആണ്, ഇത് 40 centimeter ആണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 centimeter ആണ്. അപ്പോൾ എന്തായാലും പ്ലെയിൻ മിററിൽ എവിടെയായിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്? ഇമേജ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്ലെയിൻ മിറർ 20 സെന്റിമീറ്ററിലായിരിക്കും. അതായത് ദിസ് വിൽ ബി 20 സെന്റിമീറ്റർ. ആൻഡ് ഇത് ഇവിടെയാണല്ലോ. ഇസ് ഇറ്റ് റിയൽ ഓർ വെർച്വൽ? പ്ലെയിൻ മിററിന്റെ മുന്നിലാണ്. സോ ഇറ്റ് ഈസ് റിയൽ ഇമേജ്. സോ റിയൽ ഇമേജ് ആണ്. 20 centimeter from plane mirror, it would be virtual image. Virtual image alla. Virtual image ആണെങ്കിൽ പുറകിൽ ഫോം ചെയ്യണമായിരുന്നു. ഇത് ഫ്രണ്ടിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ it is real image. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് നോക്കുമ്പോൾ 20 centimeter from the lens and it would be a real image. ലെൻസിൽ നിന്നും 20 centimeter അല്ലേ? The total distance is 40 centimeter. This distance is equal to 20 centimeter. ഫർദർ നിങ്ങൾ മറ്റേ ഫോർമുല ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ലോജിക്കൽ ആയിട്ട് നിങ്ങളുടെ സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ question. Only the thing is focal length 30 centimeter ആണ്. Object place ചെയ്തിരിക്കുന്നത് 60 centimeter ലാണ്. അപ്പോൾ ഒബ്ജക്റ്റ് 60 centimeter ലാണെങ്കിൽ ഇമേജും 60 centimeter ലായിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ആ ഒരു ലോജിക്ക് പ്രയോഗിച്ചിട്ട് ഈ ഫിഗറിൽ വെച്ച് തന്നെ ഫിഗർ നോക്കി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ക്വസ്റ്റ്യൻ നമ്പർ 39. ഇതും ഒരു ടഫ് ക്വസ്റ്റ്യൻ ഒന്നും ആയിരുന്നില്ല കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ. ലെങ്തി ആയിരുന്നു ആക്ച്വലി. പാർട്ട് ബിയും കൂടി വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അടുത്ത ക്വസ്റ്റ്യൻ. So next question is question number 40. Question number 40. 3 resistors having resistance R1, R2 and R3 are connected as shown in the figure. The ratio of I3 by I1 are കണ്ടുപിടിക്കേണ്ടത്. So this I1 is equal to I2 plus I3. നമുക്ക്
I3 by I1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടും പാരലൽ അല്ലേ? പാരലൽ ആവുമ്പോൾ തന്നെ നമുക്ക് പറയാം എന്ത് I2 R2 is equal to വോൾട്ടേജ് സെയിം ആണ്. I2 R2 is equal to I3 R2 എന്ന് പറയാൻ പറ്റും. കറക്റ്റ് ആണോ? I2 R2 is equal to I3 R2 എന്ന് പറയാൻ പറ്റും. നമുക്ക് വേണ്ട റേഷ്യോ എന്ന് പറയുന്നത് I3 by I1 ആണ്. സോ ഇതിന്റെ അകത്ത് I2ന്റെ വാല്യൂ കണ്ടുപിടിച്ചേ. I2ന്റെ വാല്യൂ എന്തായിരുന്നു നിങ്ങൾ? I2 is equal to I3 R3 divided by R2 എന്ന് എഴുതാം. അത് ഇവിടോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോ substitute this equation number 2 to 1. 2 എടുത്തിട്ട് 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ this 1 becomes എന്ത് വരും? I1 is equal to I3 R3 by R2 plus I3 എന്ന് വരും. I3 കോമൺ എടുക്കുകയാണെങ്കിലോ I3 കോമൺ എടുക്കുകയാണെങ്കിൽ R3 by R2 plus 1 എന്ന് വരും. So which is equal to I1 is equal to I3 into R3 plus R2 divided by R2. Correct അല്ലേ? So I3 by I1 is equal to R2 divided by R3 plus R2. So this is the answer. Option 4 is the right. R2 by R3 plus R2. ഇതും ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇത് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. So the series LCR circuit contains 5 Henry inductor, 80 microfarad capacitor, 40 ohm resistor connected to 230 variable frequency AC source. The angular frequency of the source at which the power transferred to the circuit is the half the power at the resonant angular frequency. എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. So half power frequencies ആണ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. Half power frequencies. Half power frequencies ന്റെ equations നമുക്കറിയാം. W omega 1 is equal to omega naught minus delta omega. Omega 2 is equal to omega naught plus delta omega. ഇതാണ് half power frequencies. So omega 1 ഉം omega 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഒമേഗ നോട്ട് കണ്ടുപിടിക്കണം, ഡെൽറ്റ ഒമേഗ കണ്ടുപിടിക്കണം. ഇത് രണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ ക്യൂ ഫാക്ടറിന്റെ ഇക്വേഷൻ വേണം. സോ ദിസ് ഇസ് എ LCR സർക്യൂട്ട്. അപ്പൊ L വെച്ചിട്ടും C വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ക്യൂ ഫാക്ടർ. സോ Q ഈസ് ഈക്വൽ ടു XL divided by R, which is equal to omega L divided by R. അല്ലേ? അതേപോലെ തന്നെ ക്യൂ ഫാക്ടറിന്റെ അടുത്ത ഇക്വേഷൻ ആണ് നമ്മുടെ ഡെൽറ്റ ഒമേഗ വെച്ചിട്ട് ഒമേഗ 0 ഡിവൈഡഡ് ബൈ 2 ഡെൽറ്റ ഒമേഗ. അപ്പോ ഇതിന്റെ അകത്തുനിന്ന് ആദ്യം നമുക്ക് ഒമേഗ നോട്ട് കണ്ടുപിടിക്കണം. L R ഉണ്ട്. ഒമേഗ നോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം വി ഹാവ് ദ ഇക്വേഷൻ ഓഫ് ഒമേഗ നോട്ട്. ഒമേഗ നോട്ടും ഡെൽറ്റ ഒമേഗയും ആണ് വേണ്ടത്. സോ ഒമേഗ നോട്ട് ഈസ് ഈക്വൽ ടു 1 by root of LC, which is equal to 1 by root of 5 into 80 into 10 raised to minus 6. അല്ലേ? ഇത് വരുമ്പോൾ ഏകദേശം എത്ര കിട്ടും? 1 divided by 400 into 10 raised to minus 6, 1 by 20 into 10 raised to minus 3 എന്ന് വരും. That is 1000 divided by 20, which is 50. ഒമേഗ നോട്ട് 50 ഹെർട്സ് എന്ന് കിട്ടും. 50 ആണ്. അപ്പോൾ ഒമേഗ നോട്ടിന്റെ വാല്യൂ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ക്യൂവിന്റെ വാല്യൂ കിട്ടും. സോ ക്യൂ ഈസ് ഈക്വൽ ടു omega naught 50 into L is given as 5 Henry and R is given as 40 ohm. 5 divided by 40, which is equal to 25 by 4 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ക്യൂ ഫാക്ടർ 25 by 4 കിട്ടി. ഈ ക്യൂ ഫാക്ടർ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് ഡെൽറ്റ ഒമേഗയുടെ വാല്യൂ കിട്ടാൻ. 25 by 4 is equal to omega naught is 50 divided by 2 into delta omega. എല്ലാം ക്യാൻസൽ ആയി പോകും. ഇവിടെ 2 ക്യാൻസൽ ആയി പോകും. സോ ഡെൽറ്റ ഒമേഗ is equal to 4 എന്ന് നമുക്ക് കിട്ടും അല്ലേ? ഡെൽറ്റ ഒമേഗ is equal to 4. omega naught is equal to 50. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ omega 1 is equal to 50 minus 4, which is equal to 42 radians per second. Radians per second ആണ്.
and omega 2 is equal to 50 plus 4, which is equal to, this is 46, 50 plus 4, which is equal to 54 radians per second. So 46 and 54 is the answer. That is option 1. So this question is half power frequencies are half power frequencies in a direct equation under omega 1 is equal to omega naught minus delta omega. Omega 2 is equal to omega naught plus delta omega. So omega 1 and omega 2 are Q factor value use the formulas omega 1 is equal to omega naught minus delta omega. Omega 2 is equal to omega naught plus delta omega equations. Omega naught and delta omega in contribution. So omega naught contribution equation 1 by root of LC. Omega delta omega contribution Q factor. Q factor is equal to omega naught by 2 delta omega. So in the Q factor contribution direct equation. Q is equal to Q factor is again XL by XL by R which is equal to omega 0 L by R. These equations are used. These equations use it. By question like the question. The calculation of part of the question that's lengthy item physics. At the question, step down transformer question simple question. Step down transformer connected to an AC mains. Supply of 220 volt is made to operate at 11 volt 440 watt. So, the equation V2 by V1 is equal to I1 by I2. Primary circuit in the current I1 so I2 power is 44 volt water and E and the V2 is given as 11 volt. So I2 is equal to 44 divided by 11, which is equal to 4 ampere. Substitute V2 11, V1 is the input, that is 220, which is equal to I1 we have to find, and I2 is 4 ampere. So the answer will be I1 is equal to 11 by 220 into 4, which is equal to 2 by 10, which is equal to 0.2 ampere. Option 3 is the right answer. This is a simple question. Power losses on the India. Power losses on the India. Then a direct equation substitute. This is a direct question. Question number 43. Derivation. It will take time to derive. This is one of the tough questions. There's a standard question. So, this is a particle of mass m is projected with velocity v is equal to kve from the surface of the earth. The maximum height above is reached by the particle. So, this is kinetic energy. That is surface in the project. This is the radius of earth, but in the surface in a particular height to project. Method. Changing potential energy is equal to kinetic energy. Method. So the changing potential energy is equal to kinetic energy of projection. Kinetic energy of projection is half mv square. V square it is given at kve. So k square ve square. And changing potential energy the formula and direct derive the formula mgh into 1 plus h by r. M cancel so it becomes gh by 1 plus h by r is equal to half into k square ve square. Ve ki param njan substitute ve is equal to
VE is equal to root of 2GR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് ഓഫ് 2GR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇത്? റൂട്ട് പോകും, which is equal to 2GR square. So mgh by 1 plus h by r is equal to, which is equal to half into k square into root 2GR in the square, which is equal to 2GR. ആണല്ലോ. ഇതിൻ്റെ അകത്തുനിന്ന് 2 get cancel, g get cancel. ബാക്കിയുള്ളത് എന്താണ്? m is already cancelled. മോളിൽ ക്യാൻസൽ ആയി പോയിട്ടുള്ളതാണ്. So it becomes h divided by 1 plus h by r is equal to k square r. കണ്ടോ? k square r. h divided by 1 plus h by r is equal to k square r. So ഈ താഴത്തേത് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. h divided by r plus h into r is equal to k square r. അല്ലേ? So h r divided by r plus h is equal to k square by r, or h is equal to, this r get cancelled, h is equal to k square into r plus h. So h is equal to k square r plus k square h, and it becomes h ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ടേമിനെ നമ്മൾ LHSലോട്ട് കൊണ്ടുവരുന്നു. LHSലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്നത് h into h നെ കോമൺ ആയിട്ട് എടുക്കുകയാണ്. 1 minus k square is equal to k square r, or h is equal to k square r divided by 1 minus k square. ഇതാണ് one form of derivation. വേറെ പല രീതിയിലും ഇത് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ 2 is the right answer. ഈ റിസൾട്ട് നിങ്ങൾ നോക്കുക. ഇത് ചെയ്യുന്ന പല മെത്തേഡ്സും ഉണ്ട്. ഞാൻ ഈ മെത്തേഡിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. So the answer is r k square divided by 1 minus k. ഈ റിസൾട്ട് വേണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാവുന്നതുമാണ്. Because if the velocity of projection is equal to k times, and this k is less than 1, k less than 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഈ രണ്ട് ഓപ്ഷൻ, k less than 1 അല്ലേ, ഈ രണ്ട് ഓപ്ഷൻ എന്തായാലും വരില്ല. അപ്പോ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ബിക്കോസ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ഓപ്ഷൻസ് എന്തായാലും ഒരിക്കലും വരില്ല എന്ന് നമുക്ക് മനസ്സിലാവും. സോ ഈ രണ്ട് ഓപ്ഷൻ ആണ് വരുന്നത്. ഇതാണ് ഇതിന്റെ ഡെറിവേഷൻ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഇതൊരു വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. മിക്കവാറും പേര് ഇത് വിട്ട് കാണുന്നു അല്ലേ? ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 44. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് കാണും. ക്വസ്റ്റ്യൻ നമ്പർ 44. ക്വസ്റ്റ്യൻ നമ്പർ 44 നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ രീതിയിലുള്ളത്. അപ്പോൾ നോക്കിക്കേ, യൂണിഫോം കണ്ടക്ടിങ് വയർ ഓഫ് ലെങ്ത് 12 ആംപിയർ 12A, ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ദ വയർ ആണ് 12A, റെസിസ്റ്റൻസ് ആണ് 6 തന്നേക്കുന്നത് അല്ലേ? അപ്പോ ഇത് ഷേപ്പാക്കി, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഷേപ്പിലാക്കി, ഒരു സ്ക്വയറിന്റെ ഷേപ്പിലാക്കി. അപ്പൊ ട്രയാങ്കിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിന് എത്ര നമ്പർ ഓഫ് ടേൺസ് കാണും? നമുക്കറിയാം 12 ആണ് സൈഡിന്റെ ലെങ്ത്, ഐ മീൻ ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ. സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3A ആയിരിക്കും അല്ലേ? സൈഡിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 3A ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ടേൺസ് കാണും? 4 ടേൺസ് കാണും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. സോ m is equal to NIA, which is equal to 4 into I into A is equilateral triangle ആണ്, √3A square by 4, which is equal to √3IA square. ഇത് കാണുമ്പോൾ തന്നെ ഓപ്ഷൻ 3 നമുക്ക് ടിക്ക് ചെയ്യാം. ഈ സ്ക്വയറിന്റെ നോക്കിയാലും ഇങ്ങനെ തന്നെ ചെയ്യുക. n is equal to 12A divided by സൈഡ്സ് 4 സൈഡാണുള്ളത്, സോ 4A അല്ലേ?
4a, which is equal to number of turns 3 turns ആണ്. So m is equal to nia square ന്റെ n 3 I area എന്ന് പറയുന്നത് a square. So 3ia square. So option 3 is the right answer. ഇത് ചെയ്യാൻ പറ്റുന്നതായിരുന്നു, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു പാർട്ട് ബിയിൽ. ഇത് നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാർട്ട് ബിയിൽ മാത്രമേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 45. Question number 45. 44 അല്ലേ നമ്മൾ കഴിഞ്ഞേ. Question number 45. Two conducting circular loop of radius R1 and R2 placed in same plane. Same plane ലാണ് place ചെയ്തിരിക്കുന്നത്. And they are having plane with their centers coinciding. അതിന്റെ centers coincide ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സെന്റേഴ്സ് കോയിൻസൈഡ് ചെയ്യാണ് R1 ഗ്രേറ്റർ ദാൻ R2 ആണ്. അങ്ങനെയാണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് എത്രയായിരിക്കും എന്നാണ്. അപ്പൊ സർക്കുലർ ലൂപ്സ് ആണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ സെന്റേഴ്സ് തമ്മിൽ കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. R1 എന്ന് പറയുന്നത് ചെറുത്, അകത്തെ ലൂപ്പിന്റെ റേഡിയസ് ആണ്. അടുത്തതിന്റെ R2 ആണ് എങ്കിൽ ഇറ്റ് ഇസ് ഗിവൻ ദാറ്റ് ദിസ് ഈസ് R1. ഇതാണ് R1. ഫസ്റ്റ് ലൂപ്പ് ഇതായിട്ട് എടുക്കുക, സെക്കൻഡ് ലൂപ്പ് ഇതെടുക്കുക. So R1 greater than R2. ഇതാണ് ഔട്ടർ ലൂപ്പ്, ഇതാണ് ഇന്നർ. അപ്പോ the mutual inductor I അപ്പോ ഏതുവഴിയാണ് പാസ് ചെയ്യുന്നത്? Let I passes through the outer loop. So B is equal to similar question square ന്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. So B is equal to mu 0 I by 2R1 സർക്കുലർ ലൂപ്പ് ആയതുകൊണ്ട്. നമ്മൾ അന്നേരം സ്ക്വയറിന്റെ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സർക്കുലർ ലൂപ്പും ചോദിക്കാം. And phi is equal to ഇതുവഴി കറണ്ട് പാസ് ചെയ്യുന്നത് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുന്നുണ്ട്. സോ phi is equal to b into a which is equal to b എന്ന് പറയുന്നത് പുറത്തെ ലൂപ്പ് കാരണം ഉള്ളതാണ്. And a is area of the inner loop, that is pi r2 square which is equal to mu naught I pi by r2 square by 2r1. So phi is directly proportional to R2 square divided by R1. Option 2 ആണ് correct answer. മനസ്സിലായി കാണും, നമ്മൾ ആൽഫയിൽ സിമിലർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ സിമിലർ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി കാണും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ പേടിച്ചു പോകരുത്. അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിച്ചോണം വളരെ എളുപ്പമായിരിക്കും ഇത് ചെയ്യാനുള്ളത്. A particle moving in a circle of radius r with a uniform speed takes a time t to complete one revolution. അതായത് T is equal to 2 pi r by v എന്ന് അന്നേരം തന്നെ നമുക്ക് കിട്ടി. അതായത് യൂണിഫോം സ്പീഡ് v is equal to 2 pi r by t. ആദ്യത്തെ സെന്റൻസിൽ നമുക്ക് ഇക്വേഷൻ കിട്ടി. If this particle were projected with the same speed, ഇതേ സ്പീഡിൽ പ്രൊജക്ട് ചെയ്തു to an angle theta to the horizontal, the maximum height attains. അപ്പൊ h is equal to 2r എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എച്ചിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. സോ h is equal to നമുക്ക് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. v സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. തീറ്റ കണ്ടുപിടിക്കണം. വിക്ക് പകരം 2 pi r by, കാരണം ഇത് കണ്ടപ്പോൾ മനസ്സിലായി t വന്നിട്ടുണ്ട് നമ്മുടെ ഓപ്ഷനിൽ. എല്ലാ ഓപ്ഷന്റെ അകത്തും t വന്നിട്ടുണ്ട്. അപ്പൊ വിക്ക് പകരം നമ്മൾ ഈ t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടിയുടെ ഇക്വേഷൻ അതായത് 2 pi r by t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ചിന് പകരം എച്ച് എന്ന് പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ എച്ചിന് പകരം 2r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഐ മീൻ എച്ചിന് പകരം നോട്ട് 2r, ഇറ്റ് ഈസ് 4r. മൈ മിസ്റ്റേക്ക്, ഇറ്റ് ഈസ് 4r. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 4r ഈസ് ഈക്വൽ ടു വി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇനി വി സ്ക്വയറിന് പകരം ഇത് കൊടുത്തോ. 4r ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ പൈ സ്ക്വയർ
r square by t square into sin square theta by 2g. കറക്റ്റ് ആണേ. ഈ വി സ്ക്വയറിന് വേണ്ടി മാത്രം ഞാൻ 2πr/t 2 സ്ക്വയർ പൈ സ്ക്വയർ r സ്ക്വയർ ബൈ ടി സ്ക്വയറിന് കൊടുക്കും. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നോക്കിക്കേ, 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും അല്ലേ? 4 വരും. കറക്റ്റ് ആണല്ലോ. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും. അപ്പോ നമുക്ക് ഇവിടെ കിട്ടുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു sin square theta is equal to എന്ത് വരും? 2g t square divided by pi square r. ഈ 2 ഈ 4 ഒക്കെ ക്യാൻസൽ ചെയ്ത് കൊടുക്കണം. ബാക്കി നമുക്ക് വരുന്നത് സൈൻ സ്ക്വയർ, ഈ r സ്ക്വയറും r ഉം തമ്മിൽ ക്യാൻസൽ ആയി പോകും. അപ്പൊ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 2g t square divided by pi square r വരും. സോ സൈൻ theta is equal to 2g t square divided by pi square r the whole raised to 1/2. Sin square theta ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റൂട്ട് എടുക്കുന്നത്. So theta is equal to sin inverse of 2g t square divided by pi square r the whole inverse. 1/2 വന്നത് മനസ്സിലായല്ലോ. sin square theta വരുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ എച്ചിന്റെ ഇക്വേഷൻ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2gയില് വിയുടെ ഇക്വേഷൻ, അതായത് സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റന്റ് വെലോസിറ്റി. സോ വി ഈസ് ഈക്വൽ 2πr/t. വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ചിന് പകരം എച്ച് ഈസ് ഈക്വൽ ടു മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു 4r എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതായിരുന്നു ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, സത്യമാണ്. ഇത് ഒരു ലെങ്തി പ്രോബ്ലം ആണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഏതാണ് ഇതിന്റെ ഓപ്ഷൻ കറക്റ്റ്? അത് പറഞ്ഞില്ലല്ലോ. കറക്റ്റ് ഓപ്ഷൻ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 48. Question number 47. This one is also a lengthy question. ഇതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. F is equal to V cross B, Q into V cross B. Q തന്നിട്ടുണ്ട്, V തന്നിട്ടുണ്ട്, F തന്നിട്ടുണ്ട്. നമുക്ക് B യുടെ എക്സ്പ്രഷൻ തന്നിരിക്കുന്നത് BI plus BJ plus B0 K എന്നാണ്. അപ്പോൾ നമുക്ക് ആ ഒരു B യുടെ കംപ്ലീറ്റ് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? അതായത് തന്നിട്ടുണ്ട് F is equal to Q into V cross B എന്ന്. Q1 ആണ് തന്നിട്ടുണ്ട് അല്ലെ? V cross B ഡിറ്റർമിനന്റ് ഫോമിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. I, J, K. B യുടെ വാല്യൂസ് എത്രയാണ്? 2, 4, 6. B യുടെ വാല്യൂ B, B, B0. So which is equal to എന്താ വരുന്നത്? ചെയ്യുക. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് I into 4B0 minus I into 4B0 minus 6B plus അല്ലല്ലോ minus, alternate plus minus ആണ് determinant, minus 2B0 minus 6B plus K into 2B minus 4B. Yes. Which is equal to F. F in the value എത്രയാ? 4I minus 20J plus 12K. അല്ലേ? ഇനി I യുടെ കോഎഫിഷ്യന്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, J യുടെ കോഎഫിഷ്യന്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക, K യുടെ കോഎഫിഷ്യന്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. K യുടെ കോഎഫിഷ്യന്റ് ആദ്യം ഇക്വേറ്റ് ചെയ്യാം, കാരണം രണ്ടും B അല്ലേ. 2B minus 4B is minus 2B. So minus 2B is equal to എത്രയാണ് K യുടെ കോഎഫിഷ്യന്റ് ഇവിടെ? 12. So B is equal to 12 by minus 2, which is equal to minus 6. B എന്ന് പറയുന്നത് minus 6 വന്നു. So B minus 6 ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? 4. ബാക്കി ചെയ്യേണ്ട കാര്യമില്ല. B minus 6 നമുക്ക് കിട്ടി. ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. വേണമെങ്കിൽ അടുത്തതും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. J ഇക്വേറ്റ് ചെയ്തിട്ട് B നോട്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കാം.
2b0 minus 6b is equal to എത്രയാണ് minus 20 അല്ലേ? സോ b യുടെ വാല്യൂ എത്രയാണ് minus 6, so 36 കിട്ടും. സോ b0 is equal to എത്ര വരുന്നേ minus 8 അല്ലേ? b0 എന്ന് പറയുന്നത് minus 8 കിട്ടും. സോ minus 8 b0, so bi plus bj plus b0 k minus 6i minus 6j minus 8k. Option 4 is the right answer. ഈ ക്വസ്റ്റ്യനിൽ ഒന്നും ഇല്ല, എല്ലാ കാര്യങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡിറ്റർമിനന്റ് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യുക, അതായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഇതും ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്ത് കാണും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതേപോലെ തന്നെ ഡിറ്റർമിനൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ദിസ് മീൻ പ്രാക്ടീസ് ഉള്ള കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് കിട്ടിക്കാണും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നമ്മുടെ റൊട്ടേഷൻ മോഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മൊമെന്റ് ഓഫ് ഇനേർഷ്യ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് വാല്യൂ ഓഫ് കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് from a circular ring of mass m, radius r and r corresponding to 90 degrees sector is removed. The moment of inertia of the remaining part of the ring about the axis passing through the center of the ring and perpendicular to the plane of the ring. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, നോർമൽ ക്വസ്റ്റ്യൻ ആണ്. Axis passing through the center of the ring and perpendicular to the plane is k times mr square. അതായത് k times mr square എന്ന് ആൻസർ കിട്ടി. എന്താണ് k എന്ന് പറയുന്നത്? അതായത് ഒരു സർക്കുലർ റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ് നമുക്കറിയാവുന്നതാണ്, mr square അല്ലെ? അപ്പൊ അതിൽ നിന്ന് 90 ഡിഗ്രി സെക്ടർ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം റിമൂവ് ചെയ്തു. അപ്പൊ റിമൂവ് ചെയ്ത ഭാഗത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുന്നത്? റിമൂവ്ഡ് പാർട്ടിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് വെച്ചാൽ mr square by 4 ആണ് അല്ലെ? 1/4 അല്ലേ? ഒരു സർക്കിളിന്റെ ഇത്രയും ഭാഗം എന്ന് വെച്ചാൽ 1/4 ഭാഗമാണ്. സോ 1/4 നമ്മൾ റിമൂവ് ചെയ്തു. സോ mr square by 4 ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് റിമൂവ്. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ റിമൈനിങ് സെക്ടർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? റിമൈനിങ് സെക്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് വെച്ചാൽ 3/4 mr square ആയിരിക്കും അല്ലേ? അപ്പോ കെ എന്ന് പറയുന്നത് എത്രയാ? കെ ഈസ് ഈക്വൽ ടു 3/4. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ട്വിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ട്രിക്കി ആയിട്ടോ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു 90 ഡിഗ്രി സെക്ടർ റിമൂവ് ചെയ്താൽ ബാക്കിയുള്ളതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കും എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ നമ്മൾ പ്രതീക്ഷിച്ച കൂട്ട് സർക്കുലർ, അതായത് റൊട്ടേഷൻ മോഷനിൽ നിന്ന് വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും തന്നെയല്ല ചോദിച്ചേക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് റൊട്ടേഷൻ മോഷനിൽ നിന്ന് ചോദിച്ചേക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 49. ഈ 49th ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൽഫയിൽ നമ്മൾ മിക്കവാറും എക്സാമിനൊക്കെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയാമായിരിക്കില്ലേ? 1980 ഇസ് ആൻസർ. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ടിക്ക് ചെയ്ത് കാണും 1980 ആണ്. അപ്പോ ഇത് 27 ഡ്രോപ്സ് ഓഫ് സെയിം സൈസ് ആർ ചാർജ്ഡ് അറ്റ് 220 വോൾട്ട്. 27 ഡ്രോപ്സ് ഉണ്ടായിരുന്നു, അത് ചാർജ് ചെയ്തത് 220 വോൾട്ടിലാണ്. അത് കമ്പയർ ചെയ്തൊരു ബിഗർ ഡ്രോപ്പ് ഉണ്ടാക്കി അതിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പോ ഈ ബിഗർ ഡ്രോപ്പിന്റെ പൊട്ടൻഷ്യൽ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബിഗർ ഡ്രോപ്പ് വിച്ച് ഈസ് ഈക്വൽ ടു Q by C അല്ലെ? Q എന്ന് പറഞ്ഞാൽ എത്രയാ? 27Q ഡിവൈഡഡ് ബൈ 4 pi epsilon naught into R. R എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. ഇത് സ്മോൾ ആറുമായിട്ട് എന്താ റിലേഷൻ എന്ന് നോക്കണം, കാരണം നമ്മൾ ഇതിനെ സ്മോൾ ക്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തു. അപ്പൊ സ്മോൾ ആറുമായിട്ട് റിലേഷൻ എന്താ നമുക്കറിയാം. ബിഗർ ഡ്രോപ്പിന്റെ 4/3 pi r cube is equal to 27 into 4/3 pi small r. അങ്ങനെയാവുമ്പോൾ നമുക്ക് r is equal to 3r എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 27Q divided by 4 pi epsilon naught into 3r അല്ലേ? 3ഉം 27ഉം തമ്മിൽ കട്ടാവും. 9 into Q by 4 pi epsilon naught ആണ് അല്ലേ? Q by 4 pi epsilon naught r എന്ന് പറഞ്ഞാൽ എന്താ? That is V. 9 into V of the smaller drop. അപ്പൊ സ്മോളർ ഡ്രോപ്പിനെ ചാർജ് ചെയ്തത് 220 വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 9 into 220 which is equal to 1980 volt.
വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ ആൻസർ ഈസ് 1980. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 15 നിങ്ങൾ ചെയ്ത് കാണും. ഇമ്പൾസ് കണ്ടുപിടിക്കാനായി. ഇമ്പൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി അല്ലെ? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് മാസ് 0.15 kilogram is dropped from the height 10 meter, strikes the ground, താഴെ ചെന്നിട്ട് rebounds to the same height എന്നാണ്. So rebounds to the same height ആണെങ്കിൽ ഡെൽറ്റ പി എന്താ വരുന്നത്? 2mu അല്ലെങ്കിൽ 2mv. u എന്ന് പറഞ്ഞാൽ എന്താ? വിയും യുവും സെയിം ആയിരിക്കും, ഹൈറ്റ് സെയിം അല്ലേ? സോ v is equal to u is equal to root of 2gh, which is equal to root of 2 into 100. g 10 ആണ് തന്നിട്ടുണ്ട്, h is equal to 10 meter എന്ന് തന്നിട്ടുണ്ട്. So 2 into 100, so which is equal to 10 root. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. 2 into 0.15 into kilogram, 0.15 kilogram into 10 root, which is equal to 4.2 kilogram meter per second. So this one is also a direct question. Direct question ആണ്, formula based question ആണ് ഇത്. ഓപ്ഷൻ 4 റൈറ്റ് ആൻസർ എന്ന് കിട്ടിക്കാം. അപ്പോൾ ഈ പാർട്ട് ബിയിലെ കുറച്ച് ക്വസ്റ്റ്യൻ വെച്ചാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് 45 ക്വസ്റ്റ്യൻ, എന്തായാലും നമുക്ക് 50 ക്വസ്റ്റ്യൻ ഉണ്ട്, ഇന്നത്തെ 45 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ മതി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 45 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി കാണും. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ലെങ്തി ആയി പോയി എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ നമ്മൾ നോക്കിയിട്ട് കാണുന്നുള്ളൂ. ബാക്കി വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ടഫായിട്ടുള്ള ഇതുകൂടെ ഡെറിവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവണം. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ശരി, ഓൾ ദ ബെസ്റ്റ്, ബൈ.